ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെ ജീവിതത്തിലേക്ക് അർച്ചനയുടെ തിരിച്ചുവരവിനെ കുറിച്ച് മനസ്സിലാക്കിയ ആ സ്വാമി അക്കാര്യം മനസ്സിൽ പെട്ടെന്ന് ചിന്തിക്കുകയായിരുന്നു. ആരതി വർമ്മ പറഞ്ഞതനുസരിച്ച് ഗോകുലിന്റെ വൈഫിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ആക്സിഡന്റിന് ശേഷമാണ് മെമ്മറി ലോസ് സംഭവിച്ചതെന്നുള്ള കാര്യം ആരതി അറിയിച്ചു. അതോടുകൂടിയാണ് അർച്ചനയ്ക്കുണ്ടായ ആക്സിഡന്റിനെ കുറിച്ച് ആ ജ്ഞാനക്കണ്ണിൽ അദ്ദേഹം മനസ്സിലാക്കിയത്. അങ്ങനെ അകക്കണ്ണിൽ കണ്ട ആ കാഴ്ച അദ്ദേഹത്തിന് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെട്ടു. അതിനുശേഷം ആരതിയോട് ഇനി ഇവിടുത്തെ പൗർണമി ദിവസം നടക്കുന്ന ചടങ്ങുകളെ കുറിച്ചും ധന്വന്തരി പൂജയ്ക്ക് വേണ്ടി കൃത്യമായി എത്തിച്ചേരുന്നതിനെ കുറിച്ചുമൊക്കെ ആരതിയെ ഓർമ്മിപ്പിക്കുകയും താൻ തീർച്ചയായിട്ടും അവിടെ എത്തുമെന്നും മാത്രമല്ല ഗോകുൽ സാറിനും വൈഫിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ സ്വാമിയെ ഒരുക്കി കൊടുക്കുമെന്നും താൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നും ആരതി അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം സ്വാമിയുടെ ചികിത്സാ രീതികളിലുള്ള വ്യത്യസ്തതയും അതിനുശേഷം ലഭിക്കുന്ന ഫലപ്രാപ്തിയുമാണ് എല്ലാവരുടെയും മനസ്സിൽ സ്വാമിയെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷ ഉളവാക്കുന്നതെന്നുള്ള കാര്യം ആരതി ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവർ ചികിത്സയ്ക്കായി ഇവിടേക്ക് എത്തുമെന്ന് ആരതി പറയുമ്പോൾ എത്രയും വേഗം അവർ എത്തുന്നത് എന്തുകൊണ്ടും നല്ലത് എന്ന് സ്വാമിജി ഓർമ്മപ്പെടുത്തി. അതിനുശേഷം ആരതി താൻ ഇറങ്ങിക്കോട്ടെ എന്നും തനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ കൂടി കേസിന്റെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് താൻ പുറപ്പെടുകയാണെന്ന് ആരതി പറയുമ്പോൾ തനിച്ചാണോ എന്നതായിരുന്നു സ്വാമിജിയുടെ അന്വേഷണം. അല്ല, തൻ്റെ കൂടെ ഒരു ഫ്രണ്ട് എന്ന് പകുതിയോളം പറഞ്ഞു വെച്ചിട്ട് ആരതി വേഗം തിരുത്തി, അല്ല ഞാനൊരു ടാക്സി വിളിച്ചാ വന്നതെന്ന്. അത് കേട്ടതും സ്വാമിജിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഒരു ചിരിയോടെ സ്വാമിജി എല്ലാം മനസ്സിലാക്കി. അതിനുശേഷം ആരതിയുടെ കൂടെ നേരെ സച്ചിയെ കാണുവാനായി കാറിനരികിലേക്ക് എത്തി. ഡ്രൈവർ സീറ്റിൽ കിടന്ന് ഒന്ന് മയങ്ങിയ സച്ചിയുടെ അരികിലേക്ക് എത്തി. സച്ചിയുടെ തിരുനെറ്റിയിൽ തന്റെ തള്ളവിരൽ അമർത്തി സച്ചിക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടാക്കുന്ന രീതിയിൽ സച്ചിയുടെ മനസ്സിലെ ആശങ്കകൾ മാറ്റിയെടുക്കുന്നത് പോലെ സച്ചിയെ അനുഗ്രഹിച്ചുകൊണ്ടാണ് സ്വാമിജി സച്ചിയെ തന്നിലേക്ക് ആകർഷിച്ചത്. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയ സച്ചി മുന്നിൽ നിൽക്കുന്ന സ്വാമിയെയും ആരതിയെയും കണ്ട് അതിശയത്തോടെ വേഗം പുറത്തേക്ക് ഇറങ്ങി. സ്വാമിജിയോ എന്ന് ചോദിച്ചതും എന്തുപറ്റി, താങ്കൾ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയതെന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല, ഈ ആശ്രമത്തോടും എന്നോടും എന്തെങ്കിലും വിരോധമുണ്ടോ അതോ എന്നിലുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് അന്വേഷിച്ചപ്പോ അങ്ങനെയൊന്നും ഇല്ല സ്വാമി എന്ന് സച്ചി മറുപടി നൽകിയത്. അപ്പോഴാണ് സച്ചിയോട് വിവരങ്ങളൊക്കെ സ്വാമിജി അന്വേഷിച്ചത്. എന്തായാലും ഇപ്പോ ഒറ്റ നോട്ടത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. സച്ചി ശരിക്കും ഒരു കാർ ഡ്രൈവർ അല്ല, കുറച്ചുനാൾ മാത്രമായി ഇങ്ങനെയൊരു ഈ ഒരു വേഷം ധരിച്ചിട്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, അതെ കുറച്ചു നാളെ ആയുള്ളൂ, മുൻപ് ഇതായിരുന്നില്ല തന്റെ ജോലിയെന്ന് സച്ചി ഉറപ്പിച്ചു. അങ്ങനെ സച്ചിയുടെ വാക്ക് കേട്ടതും അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. സച്ചി ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളും വിഷമങ്ങൾക്കും ഒക്കെ ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാവും. താമസിയാതെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഈ രാജാവിന്റെ പദവി ഈ രാജാവിന്റെ കൈകളിലേക്ക് തന്നെ തിരികെ വന്നു ചേരും. നഷ്ടപ്പെട്ടു പോയ കിരീടവും ചെങ്കോലും ഒക്കെ ഈ രാജാവിന് സ്വന്തമാകാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി വരുന്നതെന്ന് അറിയിച്ചപ്പോ അതിശയത്തോടെ സമയം നോക്കുകയാണ് സച്ചി. അപ്പോഴേക്കും ആരതി തന്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ആരതി ഇനി എന്തെങ്കിലും കളവ് അല്ലെങ്കിൽ എന്തെങ്കിലും തന്റെ കഥ സ്വാമിജിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന സംശയത്തിലുള്ള സച്ചിയുടെ നോട്ടം കണ്ടപ്പോ ആരതി പറഞ്ഞു, സച്ചി ഞാനൊന്നും സ്വാമിജിയോട് പറഞ്ഞതല്ല, സ്വാമിജി എല്ലാം മനസ്സിലാക്കിയതാണ് എന്നറിയിച്ചതും സച്ചി വളരെ പ്രതീക്ഷയോടെ വേഗം സ്വാമിജിയുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും സ്വാമിജി പറഞ്ഞു, എന്തായാലും ഇനി വരുമ്പോ തീർച്ചയായിട്ടും ഇവിടേക്ക് നിങ്ങൾ രണ്ടുപേരും എത്തുക. സച്ചിയുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. സച്ചിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് സത്യത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ഇനി നഷ്ടപ്പെട്ടതെല്ലാം തന്നെ സച്ചിക്ക് സ്വന്തമാകാൻ പോകുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചപ്പോൾ അത് വിശ്വസിക്കണോ അതോ തന്നെ വിശ്വസിപ്പിക്കുന്നതിനേക്കാളേറെ അതിശയം ഉളവാക്കിയ കാര്യങ്ങളായതുകൊണ്ട് സച്ചിയാകെ അന്തിച്ചു നിന്നു. എന്നാൽ പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആരതിയെയും സച്ചിയെയും യാത്ര അയക്കുമ്പോൾ അർച്ചനയെ കുറിച്ചുള്ള സച്ചിയുടെ മനസ്സിലെ ഓർമ്മകളെല്ലാം അദ്ദേഹം മനസ്സിലാക്കുകയായിരുന്നു. ഉടനെ തന്നെ ആരതി ഉടൻ തന്നെ തന്റെ ഗോകുൽ സാറും അദ്ദേഹം തന്റെ സീനിയർ ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ താൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹവും വൈഫും അടുത്ത ദിവസം തന്നെ എത്തിച്ചേരുമെന്ന് അറിയിച്ചപ്പോ എന്തായാലും ആ പെൺകുട്ടി വരുന്നത് ആ പെൺകുട്ടി സത്യത്തിലേക്കുള്ള തിരിച്ചുമടങ്ങലിന് വേണ്ടിയാണെന്നും സത്യം തേടിയുള്ള ആ പെൺകുട്ടിയുടെ യാത്ര ഇനി അവസാനിക്കാൻ പോവുകയാണെന്നും യഥാർത്ഥത്തിൽ ഇനി പട്ടാഭിഷേകവും ഒക്കെ സംഭവിക്കുന്നത് ഇനിയാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയോട് വനവാസകാലം അവസാനിക്കാറായെന്നും പാണ്ഡവർക്കും
രാമലക്ഷ്മണന്മാർക്കും വരെ ഇങ്ങനെ ഒരു വനവാസകാലം ഉണ്ടായിരുന്നു. അതെല്ലാം അവർ പൂർത്തീകരിച്ചു. അതുപോലെ സച്ചിയുടെയും ജീവിതത്തിലുണ്ടായിരുന്ന വനവാസകാലം അവസാനിക്കാറായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സ്വാമിജി പോകുമ്പോ സച്ചി അതെല്ലാം കേട്ട് ഇതെന്തൊരു അതിശയമെന്ന രീതിയിൽ ആരതിയെ നോക്കി അതിശയത്തോടെ കണ്ണു മിഴിച്ചങ്ങ് നിന്നു. അതിനുശേഷമാണ് ഗോകുലിന്റെ വീട്ടിൽ രാത്രിയിൽ മോളെ ഉറക്കുവാനായിട്ട് അർച്ചന ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ജോലിക്ക് വേണ്ട ചില ഫയലുകളൊക്കെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ ഗൂഗിൾ കേൾക്കാനിടയായി. മോളോട് അർച്ചന പറഞ്ഞു കൊടുത്ത ആ കഥയിലെ രാജകുമാരിക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. മാത്രമല്ല, ആ രാജകുമാരിയെ സഹായിക്കാനായി എത്തിയ ആ സഹായിക്കാനെത്തിയ രാജാവും രാജാവിന്റെ മകളും അവരുടെ രാജ്യത്ത് വളരെ സന്തോഷവതിയും സുരക്ഷിതയുമായിരുന്നുവെന്നും അങ്ങനെ സന്തോഷത്തോടുകൂടി അവൾ ജീവിച്ചു എന്ന് പറഞ്ഞപ്പോ ഗോകുലിന് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നു. തന്റെ ജീവിതം തന്നെയാണ് അർച്ചന പറഞ്ഞു കൊടുത്തതെന്ന് മനസ്സിലാക്കിയ ഗൂഗിൾ വളരെ ചിന്തയോടെ പുറത്തേക്ക് പോകുമ്പോൾ മടിയിൽ കിടന്ന് ആ കഥ കേട്ടുകൊണ്ടിരുന്ന ഗൗരിമോള് അർച്ചനയോട് ചോദിച്ചു, അമ്മേ, അപ്പൊ പിന്നെ ഇനി ആ രാജകുമാരിയെ അന്വേഷിച്ച് രാജകുമാരിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രാജകുമാരി അവർക്കൊപ്പം തിരിച്ചു പോവോ? എന്താ ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചപ്പോ അർച്ചന വേദനയോടെ ഗൗരിമോളോട് പറഞ്ഞു, മോളെ, രാജകുമാരിയുടെ അച്ഛനമ്മമാര് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ സത്യങ്ങൾ അവൾക്ക് മനസ്സിലായാൽ ഒരു കാര്യം തീർച്ചയാണ്, യഥാർത്ഥ സ്നേഹവും സ്നേഹത്തിന്റെ ശക്തിയും സത്യസന്ധമായിട്ടുള്ള സ്നേഹവുമാണെങ്കിൽ തീർച്ചയായിട്ടും രാജാവിന്റെ സ്നേഹത്തിന് തന്നെയായിരിക്കും മുൻതൂക്കം ലഭിക്കുക. എന്തായാലും ഇനി വരുന്നതും അങ്ങനെ ഒരു സമയമാണ്, അല്ലെ ആ രീതിയിലുള്ള ഒരു നിമിഷമാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ മകളെ പരിചരിച്ചിരിക്കുന്ന അർച്ചന ഗൗരിമോളെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോ എല്ലാം കേട്ടിരുന്ന ഗോകുൽ വേദനയോടെ വേഗം പുറത്തേക്കിറങ്ങി. സിറ്റൗട്ടിലേക്ക് വന്ന് ഗോകുൽ ആലോചിച്ചു നിന്നു. സത്യത്തിൽ ഈ പറഞ്ഞ കഥയിലെ രാജാവിന്റെ അവസ്ഥയാണല്ലോ തനിക്ക്. അർച്ചനയുടെ സമൃദ്ധയുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ സമൃദ്ധ ആരാണെന്നുള്ള സത്യം സമൃദ്ധ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നീട് എന്നെയും എൻ്റെ മോളെയും സമൃദ്ധ ഉൾക്കൊണ്ടില്ലെങ്കിലോ, സമൃദ്ധ എന്നേക്കുമായി ഞങ്ങളെ മറന്നുപോയാലോ, ഓർമ്മകൾ തിരിച്ചു ലഭിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ ഈ ഗോകുലും ഗൗരിമോളും ഒന്നും സമൃദ്ധിയുടെ ഓർമ്മയിലോ ലൈഫിലോ ഇല്ലാതായാലോ, അങ്ങനെ ഒരു ചിന്ത ഗോകുലിനെ അലട്ടി. എന്തായാലും ഇനി ഒരിക്കലും സത്യം മനസ്സിലാക്കിയാൽ എല്ലാം ഓർമ്മകളും തിരിച്ചു കിട്ടിയാൽ ഒരിക്കലും സമൃദ്ധ ഞങ്ങളോട് പൊറുക്കില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ 10 വർഷങ്ങളാണ് താനും കുടുംബവും ഇല്ലാതാക്കിയതെന്നുള്ള വേദന, അങ്ങനെ ഒരു ക്രൂരകൃത്യം താൻ ചെയ്തതിന്റെ പേരിൽ തീർച്ചയായിട്ടും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അത്തരത്തിലുള്ള ശിക്ഷകൾ ഏൽക്കാൻ താൻ തയ്യാറാണെന്നും എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നും തന്നെ ഗോകുൽ ചിന്തിച്ചു. താൻ എന്ത് തീരുമാനത്തിൽ എത്തണം എന്നോർത്ത് ആകെ വേദനയോടെ നിൽക്കുന്ന ഗോകുലിന്റെ മനസ്സിലേക്ക് മുമ്പ് ശോഭ പറഞ്ഞ കാര്യങ്ങളാണ് ഓടി വന്നത്. അമ്മ തന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നടത്തണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് സംശയത്തോടെ ഗോകുലിനോട് അന്ന് ശോഭ ചോദിച്ച കാര്യങ്ങൾ ഗോകുൽ ഓർമ്മിച്ചു. അമ്മയുടെ ആ സംശയം സത്യമാണല്ലോ എന്നും ഇനി അവന്തികയുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ ജീവിതത്തിൽ തനിക്കും യാതൊരു സ്ഥാനവും ഇല്ലാതാവാൻ പോവുകയാണല്ലോ എന്ന ഗോകുലിന്റെ ജീവിതത്തിൽ സമൃദ്ധിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന സ്ഥാനം നഷ്ടമാകുമോ എന്നൊക്കെയുള്ള ആശങ്ക ഗോകുലിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. അതെല്ലാം ഓർത്ത് ഗോകുലാകെ നിരാശയോടെ നിൽക്കുന്നത് കണ്ട് സിറ്റൗട്ടിലേക്ക് അർച്ചന എത്തുന്നു. ഗോകുൽ എന്താ ആലോചിച്ച് നിൽക്കുന്നതെന്ന് അർച്ചന അന്വേഷിച്ചപ്പോ ഗോകുല് ഞെട്ടലോടെ അർച്ചനയെ നോക്കിയിട്ട് ചോദിച്ചു, മോൾ ഉറങ്ങിയോ സമൃദ്ധെ? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, മോള് ഉറക്കമായി. ഗൂഗിൾ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല എന്ന് ഗൂഗിൾ കള്ളം പറയുന്നത് കേട്ട് അർച്ചന പറഞ്ഞു, എനിക്കറിയാം ഗൂഗിളിന്റെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടല്ലോ ഗൂഗിളിനെ കാണുന്നത്. കുറച്ച് വർഷങ്ങളായില്ലേ ഗൂഗിളിന്റെ ഒപ്പം ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഗൂഗിളിന്റെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ട് എന്ന് അർച്ചന തറപ്പിച്ച് പറയുമ്പോ ഗൂഗിൾ ആകെ വിഷമത്തോടെ തല കുനിച്ച് നിൽക്കുന്നത് കണ്ട് ഗൂഗിളിനോട് അർച്ചന പറഞ്ഞു, എനിക്കറിയാം ഗൂഗിളിന്റെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നത് എന്താണെന്ന്. എന്നെക്കുറിച്ചുള്ള ആദ്യമല്ലേ ഗൂഗിളിന്റെ മനസ്സിൽ മുഴുവനുള്ളത് എന്ന് അർച്ചന അന്വേഷിച്ചു. അപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, അടുത്ത ദിവസം നമ്മൾ ആ ട്രീറ്റ്മെന്റിന് പോകുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചാന്ന് പറഞ്ഞപ്പോ അർച്ചന ചോദിച്ചു, അതെന്തായാലും നല്ല കാര്യം തന്നെയല്ലേ? അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നടത്തിയതിനു ശേഷം തനിക്ക് കിട്ടുന്ന ആ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഭദ്രമാക്കുകയല്ലേ ചെയ്യുക? അതല്ലേ ഗൂഗിൾ നല്ലത് എന്ന് അർച്ചന അന്വേഷിച്ചതും ഗൂഗിൾ വേദനയോട് ചോദിച്ചു, സമൃദ്ധിയുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നത് നല്ലത് തന്നെയാണ്. ഒരുപക്ഷെ ആ ഓർമ്മകൾ തിരിച്ചെത്തി കഴിയുമ്പോൾ ഈ വീടോ ഞാനോ നമ്മുടെ മോളോ ഒന്നും സമൃദ്ധിയുടെ ഓർമ്മയിൽ ഇല്ലാതായാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കാനാണ് ഗൂഗിൾ വെറുതെ ഇങ്ങനെ ആശങ്കയോടെ ആലോചിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചികിത്സ എന്തുകൊണ്ടും നമ്മുടെ നല്ലതിന് തന്നെയാ, നല്ലൊരു ജീവിതത്തിന് വേണ്ടി തന്നെയാ.
ഗൂഗിൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവാതെ നേരം വളരെ വൈകി വന്ന് കിടന്നുറങ്ങും ഗൂഗിൾ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ആരതിയുടെ ഓഫീസിൽ ആരതിയോട് തന്റെ പരാതി അറിയിക്കുവാനായി എത്തിയതായിരുന്നു ആതിര. ആതിര പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ആതിരയോട് ചോദിച്ചു, അല്ല, ഇത് എല്ലാവരുടെയും തീരുമാനമാണോ ആതിര, അതോ നീ തനിച്ച് എടുത്തു ചാടി എടുത്ത തീരുമാനമോ എന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു, എനിക്ക് ഇനിയും ഇങ്ങനെ നിൽക്കാനാവില്ല. ഞാൻ തീരുമാനിച്ചത് ഉറച്ച ഒരു നിലപാട് തന്നെയാണ്. കാരണം ഇനിയും സന്ദീപിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഒഴിഞ്ഞുമാറ്റം എന്തുകൊണ്ടും നടപ്പിലാവില്ല. അതുകൊണ്ട് തന്നെ സന്ദീപുമായിട്ടുള്ള ഡിവോഴ്സ് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് സന്ദീപുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തുക എന്ന തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു ആതിര. ആതിരയുടെ ആ തീരുമാനം പറഞ്ഞപ്പോ ആരതി ചോദിച്ചു, അല്ല, ഇതെല്ലാവരോടും കൂടി ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്? ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് ആരതിക്ക് അറിയാവല്ലോ. ആതിരയ്ക്ക് അറിയില്ലേ എന്ന് ആരതി അന്വേഷിച്ചു. ഇതിൽ ശരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരു കുടുംബത്തെ രണ്ടായി പിളർക്കുക എന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ ഏർപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഇതിന്റെ ദൂഷ്യഫലം അനുഭവിക്കേണ്ടി വരുന്നതും പാവം കുട്ടികളാണ്. അത് വളരെയേറെ ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള കേസുകളിൽ പലതും അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോ ചിലപ്പോൾ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമുള്ള കുടുംബങ്ങളാണ് ഇങ്ങനെ വേർപിരിയലിന്റെ വക്കിലെത്തുകയും അവരുടെ എടുത്തുചാട്ടം കൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ജീവിതം തകർന്നു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതല്ലേ ആതിര നല്ലത്. വെറുതെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇപ്പോഴുള്ള ജീവിതം തകർത്ത് കളയണോ എന്ന് ചോദിച്ചപ്പോ അത് കേട്ട ആതിര പറഞ്ഞു, ഇനിയും എനിക്ക് കഴിയില്ല മേഡം. കാരണം മേഡത്തിന് ഈ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്റെ വേദന മനസ്സിലാക്കാൻ മേഡത്തിന് സാധിക്കുമെന്നും ഞാൻ ചിന്തിച്ചു. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ മേഡം എന്റെ ഒപ്പം നിന്നില്ല എങ്കിൽ പ്രശ്നങ്ങൾ ഏറെ തന്നെയാണ് ഉണ്ടാവുക. സത്യത്തിൽ സന്ദീപ് എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കാൻ കാരണവും അത് തന്നെയാണ്. സന്ദീപിനെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാനാണെന്ന് പറഞ്ഞപ്പോ ആരതി പറഞ്ഞു, ഇക്കാര്യം വീട്ടിലറിഞ്ഞാൽ സച്ചിയും അമ്മയും ഒക്കെ എന്തായിരിക്കും പറയുക? അവരെ ആരെങ്കിലും ഇതിനെ അനുകൂലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും സച്ചി എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ സച്ചിയോട് എനിക്ക് ഇക്കാര്യം പറയാതിരിക്കാനും ആവില്ല. ഞാൻ അമ്മയോടും സച്ചിയോടും കൂടി ഒന്ന് ആലോചിച്ചതിന് ശേഷം ഒരു ഉചിതമായ തീരുമാനത്തിലെത്താമെന്ന് ആരതി പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, വേണ്ട, അങ്ങനെയാണെങ്കിൽ മേഡം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകണ്ട. വീട്ടിൽ പറഞ്ഞാൽ അവരാരും തന്നെ ഇതിനെ അനുകൂലിക്കുകയുമില്ല. മാത്രമല്ല, എനിക്ക് അവരുടെ വഴക്കും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇക്കാര്യം മേഡം വീട്ടിൽ ഒരു കാരണവശാലും പറയേണ്ടതില്ല. എനിക്ക് ചേച്ചിയിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇനി ഇക്കാര്യത്തിൽ ചേച്ചിക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല എങ്കിൽ ഞാൻ വേറെ വക്കീലന്മാരെ കണ്ടോളാം. അവരെ കൊണ്ടാണെങ്കിലും ഞാൻ എന്റെ ആവശ്യം നേടിയെടുത്തോളാം എന്ന് പറഞ്ഞപ്പോ ആതിരയുടെ ആ വാക്കുകൾ കേട്ട് ആരതി പറഞ്ഞു, ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ ആതിര, കുറച്ചു നേരത്തേക്ക് കൂടെ ഒന്ന് ഇരിക്കേ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ആതിരയോട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസിന് കൂടെ പോകാൻ തയ്യാറാകുന്നു എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ആതിര പറഞ്ഞത്, സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നത് എനിക്ക് എന്നെ സന്ദീപിനെ നഷ്ടപ്പെടാൻ വേണ്ടിയല്ല, മറിച്ച് നഷ്ടപ്പെടാതിരിക്കാനാണെന്ന്. അത് കേട്ടതും ആരതിക്ക് വലിയ അതിശയമായി. അതെങ്ങനെയാണ് ആതിര ഇങ്ങനെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ അയച്ചതിന്റെ കൂടെ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആരതി പറഞ്ഞതും ആതിര പറഞ്ഞു, മേഡം, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മറ്റൊരു കാരണത്താലാണ്. സന്ദീപിന് എന്നെയോ മോളെയോ വിട്ടിട്ട് ഒരു ജീവിതം ഉണ്ടാവില്ല. ഞങ്ങളെ മറന്ന് ജീവിക്കാനും സന്ദീപിനാവില്ല. ആ ഒരു സാഹചര്യത്തിൽ സന്ദീപിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനും സന്ദീപ് ഞങ്ങൾക്കരികിലേക്ക് മടങ്ങി വരാനുമുള്ള ഒരേ ഒരു പോംവഴി ഞാൻ ആലോചിച്ചിട്ട് ഇത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അമ്മുക്കുട്ടിയെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും സന്ദീപ് ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എന്റെ ഭാഗത്ത് നിന്ന് സന്ദീപിന് ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്ദീപിന്റെ മനസ്സ് തകരും. സന്ദീപ് ഞങ്ങളിലേക്ക് തന്നെ ഓടി വരും. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഒരു പരിഹാരവുമാകും. എല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ ഈ വാക്കുകൾ കേട്ടപ്പോ അർച്ചനയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അവർക്കിടയിൽ പരസ്പരം സംസാരിക്കാതെ പോയതിന്റെ പേരിൽ സംഭവിച്ച ആ ഒരു തകർച്ച അത് തന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാകരുത് എന്നൊരാഗ്രഹം കൂടി തനിക്കുണ്ട് എന്ന് ആതിര പറയുമ്പോ ആരതി പറഞ്ഞു, എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് എങ്ങനെയാണ്? ആരാണ് ഇങ്ങനെ ഒരു ഉപായം പറഞ്ഞു തന്നത്? എന്തായാലും ഇങ്ങനൊരു ബുദ്ധി ഏത് വക്കീലാ ആതിരയ്ക്ക് ഉപദേശിച്ചു തന്നെന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു, വക്കീലന്മാരാരും പറഞ്ഞതല്ല, ഞാനിത് എന്റെ ബുദ്ധിയിൽ കുറെ ആലോചിച്ചപ്പോ കണ്ടെത്തിയ ഒരു ഉപായമാണെന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം, നല്ല ബുദ്ധി തന്നെയാ. സത്യത്തിൽ ഒരു ക്രിമിനൽ ലോയർ പോലും ഇങ്ങനെ ഒരു പോംവഴി കണ്ടെത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അതിലൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ ആതിര. ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു കഴിയുമ്പോൾ ഡിവോഴ്സ് പേപ്പർ കൈപ്പറ്റിയതിനു ശേഷം സന്ദീപ് ആതിരയുടെയും മോളുടെയും അരികിലേക്ക് ഓടി വരും എന്നത് തന്നെ നല്ല കാര്യം തന്നെയാണ്. നമുക്ക് വളരെയേറെ സന്തോഷിക്കാവുന്ന, നമ്മൾക്ക് പോസിറ്റീവായി ചിന്തിക്കാവുന്ന ഒരു
സൈഡ്. എന്നാൽ ഇതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഡിവോഴ്സ് പേപ്പർ കൈപ്പറ്റി കഴിയുമ്പോൾ അത് സൈൻ ചെയ്താണ് സന്ദീപ് അയക്കുന്നതെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു, ഏയ് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങനെ വരത്തില്ല ചേച്ചി, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ വരാൻ സാധിക്കില്ല. സന്ദീപിന് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ ഒരിക്കലും കഴിയില്ല. അവനെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ വക്കീൽ നോട്ടീസ് ആരതി ചേച്ചി അയക്കണമെന്ന് പറഞ്ഞ് ആതിര അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയതിനു ശേഷം ഇക്കാര്യം അനഘയോട് ആതിര പങ്കുവെക്കണം. എല്ലാം കേട്ടതിന് ശേഷം ആതിരയോട് അനഘ ചോദിച്ചു, നിനക്ക് സന്ദീപില്ലാതെ ജീവിക്കാനാവുമോ? അവനോട് അകന്ന് ജീവിക്കാൻ നിനക്ക് സാധിക്കുമെന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു, ഈ ജന്മത്ത് എനിക്കൊരിക്കലും അവനെ പിരിച്ച് ജീവിക്കാനാവില്ല. അവനില്ലാതെ ഒരു ജീവിതം എനിക്ക് ഉണ്ടാവുകയുമില്ല. പക്ഷെ എന്റെ സന്ദീപിനെ ഇങ്ങനെ അകന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഇനിയും അവൻ ഇങ്ങനെ പോയാൽ അത് ഞങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യവും. അതുകൊണ്ട് തന്നെയാണ് സന്ദീപിനെ തിരിച്ചു പിടിക്കാനായിട്ട് ഞാൻ അവസാന പ്രയോഗം എന്ന രീതിയിൽ ഈ ഒരു കാര്യം ചെയ്തത്. അപ്പോഴാണ് അനഘ ചോദിച്ചത്, ഇക്കാര്യം സച്ചിയേട്ടനോ അമ്മയോ ആരെങ്കിലും അറിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം നിനക്കറിയാമോ? അവരറിയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ശരിയാണോ ആതിര? എന്തായാലും എനിക്കിത് ഉചിതമായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് സന്ദീപ് ഒരിക്കലും അതിനെ അനുകൂലിക്കില്ല. അതുകൊണ്ട് തന്നെ സന്ദീപ് ഉടൻ തന്നെ എൻ്റെ മോളുടെ അരികിലേക്ക് മടങ്ങിയെത്തും. അമ്മുക്കുട്ടിയെ കാണാതിരിക്കാനോ അവളെ കൊഞ്ചിക്കാതിരിക്കാനോ സന്ദീപിനാവില്ല. അത്രത്തോളം അമ്മുക്കുട്ടി സന്ദീപിന്റെ ജീവനാണ് എന്നെല്ലാം പറഞ്ഞ് ആതിര ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴേക്കും സന്ദീപ് തനിക്ക് കിട്ടിയ ആ വക്കീൽ നോട്ടീസുമായിട്ട് സങ്കടത്തോടെ അവന്തികയുടെ വീട്ടിലിരിക്കുകയായിരുന്നു. സന്ദീപിന് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ട് മൂർത്തിയെ സന്ദീപിന്റെ മനസ്സിൽ ശശിയോടും കുടുംബത്തോടുമുള്ള വൈരാഗ്യം നിറച്ചുകൊണ്ട് ആ വിഷവിത്ത് പാകിക്കൊണ്ട് അവരെ എല്ലാവരെയും ഒന്നടങ്കം കുറ്റപ്പെടുത്തി ആതിരയെ കൊണ്ട് ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയപ്പിച്ചത് അവരാണെന്നും ശരിക്കും സാറിന്റെ വൈഫിന്റെ മനസ്സ് മാറ്റിയെടുത്തത് അവരെല്ലാവരും കൂടിയാണെന്നും സാറിന്റെ ജീവിതം തകർക്കുന്നതും അവരാണ് എന്നെല്ലാം പറഞ്ഞ് സന്ദീപിന്റെ മനസ്സിൽ ശശിയോടും കുടുംബാംഗങ്ങളോടുമുള്ള വൈരാഗ്യം കൂട്ടുകയാണ് മൂർത്തി ചെയ്തത്. മദ്യം കഴിക്കുന്നതിനിടയിൽ സന്ദീപ് പറഞ്ഞു, എങ്കിലും അവൾ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ, ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല ആതിരയെ കുറിച്ച് ഇങ്ങനെ. അവള് എൻ്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ, എന്നിട്ടും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അതിന് തക്കതായ മറുപടി അവൾക്ക് കൊടുത്തേ തീരുവെന്ന് സന്ദീപ് പറയുമ്പോഴേക്കും മൂർത്തി പറഞ്ഞു, അതെ സാറേ, സാർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പുരുഷന്മാരുടെ ജീവിതം എങ്ങനെയാണ്, അവരെ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കും. ഭാര്യയും മക്കളും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ മുന്നിൽ അഭിനയിക്കും. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുത്തു കഴിയുമ്പോൾ അവർ നമ്മളെ ഉപേക്ഷിച്ച് മടങ്ങുകയും ചെയ്യും. ഇതാണ് എല്ലാ പുരുഷന്മാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് അവരെ കണ്ണുമടച്ച് വിശ്വസിക്കരുത് സാറേ എന്ന് മൂർത്തി സന്ദീപിനോട് പറഞ്ഞു. സന്ദീപ് മൂർത്തിയുടെ വാക്കുകളെല്ലാം വിശ്വസിച്ചുകൊണ്ട് എന്തായാലും ഇതിനൊരു മറുപടി എനിക്ക് കൊടുത്തേ തീരുവെന്ന് പറഞ്ഞപ്പോ മൂർത്തി പറഞ്ഞു, സാർ ഒന്നും വിചാരിക്കണ്ട, ഇതിന് സമ്മതമാണെന്ന് പറഞ്ഞു തന്നെ അവർക്ക് ഈ പേപ്പേഴ്സ് സൈൻ ചെയ്ത് തിരിച്ചയക്കും സാറേ, അതാ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ആ മദ്യത്തിന്റെ ലഹരിയിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് സന്ദീപ് എത്തുന്നു. ഉടനെ തന്നെ സന്ദീപ് അത് ഉറച്ചു നിൽക്കുകയും തന്റെ കയ്യിൽ കിട്ടിയ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തുകൊണ്ട് സന്ദീപ് അത് ആതിരയ്ക്കായി രജിസ്റ്ററിൽ തിരിച്ചയച്ചു. പിന്നീന്ന് അർച്ചനയും ഗോകുലും കൂടി ട്രീറ്റ്മെന്റിനായിട്ട് ആശ്രമത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഗൗരിമോള് തന്റെ അരികിൽ നിന്ന് അമ്മ മാറി നിൽക്കുന്നതിന്റെ വേദനയും സങ്കടവും അർച്ചനയോട് പങ്കുവെക്കുമ്പോ മോള് വിഷമിക്കേണ്ടതും അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ള ആ തലവേദനയ്ക്കും എല്ലാത്തിനും പരിഹാരം തേടിയുള്ള ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് അമ്മ പോകുന്നതെന്നും എന്നും മോളെ അമ്മ വിളിക്കുമെന്നും എപ്പോഴും മോളുടെ അരികിൽ അമ്മ ഉണ്ടാകുമെന്നും പറഞ്ഞ് ഒരു വിധത്തിൽ ഗൗരിമോളെ സമാധാനപ്പെടുത്തുകയാണ് അർച്ചന. അപ്പോഴേക്കും ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ശോഭ അപ്പുറത്തുനിന്ന് ഗോകുലിനോട് ചോദിച്ചു, മോനെ, ഈ ട്രീറ്റ്മെന്റിന്റെ അവസാനം ഇതുപോലെ നമ്മുടെ ഗൗരിമോളെ സ്നേഹിക്കാൻ അവൾക്ക് കഴിയുമോ? നമ്മുടെ സമൃദ്ധിയായിട്ട് അവൾ വീണ്ടും ഈ വീട്ടിലേക്ക് മടങ്ങി വരുമോ മോനെ എന്ന് വേദനയോടെ ചോദിക്കുന്ന ശോഭയുടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ മനസ്സ് തകർന്ന് നോക്കി നിൽക്കുകയാണ് ഗോകുൽ. അതിനുശേഷമാണ് ആതിരയുടെ കൈകളിലേക്ക് സന്ദീപ് തിരിച്ചയച്ച വക്കീൽ നോട്ടീസ് വന്നെത്തിയത്. ആ രജിസ്റ്റേർഡ് ലെറ്റർ കൈപ്പറ്റിയ ഉടനെ അതിൽ സന്ദീപിന്റെ സിഗ്നേച്ചർ കണ്ടതോടെ ആതിരയാകെ തകരുന്നു. താനുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താൻ സമ്മതമാണെന്ന് പറഞ്ഞുള്ള സന്ദീപിന്റെ ആ സൈൻ കണ്ടതോടെ താൻ വിചാരിച്ചതിന്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നും താൻ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞ വേദനയിൽ ഉടൻ തന്നെ ആരതിയെ വിളിക്കുമ്പോഴേക്കും ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് സച്ചി എത്തി. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ ആതിരയുടെ കയ്യിലിരിക്കുന്ന പേപ്പേഴ്സ് കണ്ടിട്ടാണ് ആതിരയ്ക്ക് ടെൻഷൻ ഉണ്ടായതെന്ന് സച്ചിക്ക് മനസ്സിലായി. സച്ചി ആ പേപ്പർ വാങ്ങി വായിച്ചു നോക്കിയതും അതിൽ സൈൻ ചെയ്തിരിക്കുന്ന ആതിരയെയും സന്ദീപിന്റെയും ആ സിഗ്നേച്ചർ കണ്ടതോടെ സച്ചി ആകെ ദേഷ്യത്തിലായി. അത് ശരി,
ഇങ്ങനെ ഈ ഒരു തീരുമാനത്തിലെത്താൻ ആരാണ് ആതിരയോട് പറഞ്ഞത്? ആതിരെ ഇങ്ങനൊരു തീരുമാനം ആതിരയ്ക്ക് ആരാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്താനുള്ള അനുവാദം നൽകിയത്? അമ്മയോ ഞാനോ ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചത് പോലും ഇല്ലല്ലോ എന്നും ഞങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചത് പോലും ഇല്ലല്ലോ എന്ന് ശശി പറയുമ്പോഴേക്കും ശശിയുടെ ആ വാക്കുകൾ കേട്ട് ആതിര ആകെ വിഷമത്തിലായി. ആതിര എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോഴേക്കും ശശി ആതിരയുടെ കയ്യിലിരിക്കുന്ന ആ ഡിവോഴ്സ് പേപ്പർ പിടിച്ചു വാങ്ങി അത് ചുരുട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇതിന്റെ പരിഹാരം താനിപ്പോ കാണുമെന്നും പറഞ്ഞുകൊണ്ട് ശശി വേഗം തന്നെ സന്ദീപിനെ കാണുവാനായി അവിടുന്ന് പുറപ്പെടുന്നു. അതിനുശേഷം അവന്തികയുടെ വീട്ടിലെത്തിയ ശശി സന്ദീപിന് നേരെ തട്ടിക്കയറുന്നു. തന്റെ വീട്ടിലേക്ക് വന്നപ്പോ താൻ എങ്ങനെയാണ് പെരുമാറിയതെന്ന് ചോദിച്ചുകൊണ്ട് ശശിയെ മോശക്കാരനാക്കുന്ന രീതിയിലുള്ള സന്ദീപിന്റെ പെരുമാറ്റവും സംസാര രീതിയും ഒക്കെ കണ്ട് സഹിക്കാനാകാതെ ഒടുവിൽ ശശി സന്ദീപിനെ കയ്യേറ്റം ചെയ്യുന്നു. അങ്ങനെ സന്ദീപിനെ മർദ്ദിക്കുന്നതും പരസ്പരം രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും രണ്ടുപേരും അടിപിടി നടത്തുന്നതും ഒക്കെ ആയിട്ടുള്ള വിഷ്വൽസ് തന്റെ മൊബൈലിൽ പകർത്തിയെടുത്തുകൊണ്ട് ആ കാഴ്ച കണ്ട് ഒരു കുറുക്കനെ പോലെ ആട്ടിൻകുട്ടികളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന കുറുക്കനെ പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മൂർത്തി ഇത് കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ശശിക്കെതിരെ താൻ കണ്ടെത്തിയിരിക്കുകയാണെന്നും സന്ദീപിന് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അത് ശശിയുടെ മേലിൽ വന്നു ചേരുന്ന വലിയൊരു കുറ്റകൃത്യം തന്നെയായി മാറ്റുന്നതിനുള്ള തെളിവാണ് തന്റെ പക്കലുള്ളത് എന്നുള്ള സന്തോഷ വാർത്ത അവന്തികയെ അറിയിച്ചുകൊണ്ട് അവരുടെ നീക്കങ്ങൾ കൃത്യമായ ഫലം കാണുന്ന അഹങ്കാരത്തിൽ ചിരിച്ചു നിൽക്കുന്നു.